ഈ കാണുന്ന തരത്തിലുള്ള ഒരല്പം മങ്ങിയ ഹെഡ് ലാമ്പിനെയൊക്കെ നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന നല്ല ഷൈനിങ് ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഹെഡ് ലാമ്പിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമസ്കാരം, പവർ മോട്ടറിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, 4-5 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. പല സ്റ്റെപ്പുകളായിട്ട് പല ദിവസങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് മോശം അവസ്ഥയിലുള്ള ഹെഡ്ലൈറ്റ് ആണ്. അത് കുറച്ചുകൂടി നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ആദ്യം കാണിക്കുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആദ്യമേ ആ ഹെഡ്ലൈറ്റ്. പക്ഷെ അതിന്റെ ആദ്യത്തെ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കുറച്ച് എടുത്തതിന് ശേഷമാണ് ഞാൻ അതൊരു വീഡിയോ ആക്കാന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ എന്നാലും ആദ്യത്തെ ആ ഒരു അവസ്ഥയിൽ കാണിക്കുന്ന ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് പിന്നീട് നല്ലൊരു ഭംഗിയുള്ള പുത്തൻ ഹെഡ്ലൈറ്റ് പോലെ ആക്കിയെടുക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ തുടക്കത്തിൽ കാണിച്ചത്. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഇത് ചെയ്യാം. നമുക്ക് മെഷീനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതെല്ലാം മെഷീനുള്ളവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യം സാൻഡ് പേപ്പർ, ഞാൻ 3 സാൻഡ് പേപ്പറുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 600 ഗ്രിറ്റിൻ്റെത് 1500, പിന്നെ 2000. 600 എന്ന് പറയുമ്പോൾ കൂടുതൽ സ്ക്രാച്ച് ഉണ്ടായിരിക്കും. 1500 എന്ന് പറയുമ്പോൾ അത്രയും സ്ക്രാച്ച് വരില്ല. 2000 എന്ന് പറയുമ്പോൾ വളരെ ഫൈൻ ആയിരിക്കും. വളരെ ഫൈൻ സ്ക്രാച്ചസ് മാത്രമാണ് വീഴുക. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 2000-ന്റെ പോളിഷ് പേപ്പർ, 2000-ന്റെ സാൻഡ് പേപ്പർ മാത്രം ഉപയോഗിക്കുക. 600-ഉം 1500 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ മെഷീൻ ഉപയോഗിച്ച് പോളിഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 600, 1500, 2000 ഇതൊക്കെ ഉപയോഗിക്കാം. 3000-ന്റെ കിട്ടുകയാണെങ്കിൽ 3000-ന്റെ കൂടി ഉപയോഗിക്കാം. പക്ഷെ 3000-ന്റെ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങേണ്ടി വരും. ഓൺലൈനിലാണെങ്കിൽ അതിന് നല്ല വില വരും. അത് ഒറ്റ പേപ്പർ മാത്രമായിട്ട് കിട്ടില്ല. അത് പിന്നെ ചിലപ്പോൾ പറഞ്ഞു വരുത്തിക്കേണ്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ. ഞാൻ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇനി അതല്ല, കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഓടിച്ചു വിട്ടു അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ കെയർഫുൾ ആയിട്ട് കാണുക. ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, കൃത്യമായിട്ട് കാണുക. എന്നിട്ട് മാത്രം സ്വന്തം ചെയ്യുക. സ്വന്തം ചെയ്യുകയാണെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. ഞാനിത് ചെയ്തു, ഞാനിത് വെളുപ്പിച്ചു, ഓക്കെയാണ്. പക്ഷെ ഞാനിത് ചെയ്തത് കൊണ്ടിട്ട് അത് കണ്ടിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അത് നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. വെറുതെ ചെയ്തു പോകരുത്. ക്ഷമ വേണം. നല്ലൊരു ക്ഷമ ആവശ്യമായിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്യുക. നിങ്ങൾ വെളുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ വെളുപ്പിച്ച് തീരൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തുക. അത്രമാത്രം വർക്ക് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അതും ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഹെഡ്ലൈറ്റ് ഒരു സ്പ്രേയർ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുത്തതിന് ശേഷം 600-ന്റെ സാൻഡ് പേപ്പർ വാങ്ങിയിട്ട് മുകളിലുള്ള ആ ഒരു ഭാഗം ഒന്ന് സാൻഡ് ചെയ്ത് കളയുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്രാച്ചൊക്കെ വീഴും. 600-ന്റെ ആകുമ്പോൾ കൂടുതൽ സ്ക്രാച്ച് വീഴും. എന്നാലും മുകളിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പൊടിഞ്ഞു പോകാറായിട്ടുള്ള നിൽക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു ലെയർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിമൂവ് ആയിട്ട് വരും. സാൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വെള്ളം നനച്ച് മാത്രമേ സാൻഡ് ചെയ്യാൻ പാടുള്ളൂ. വെള്ളം നനയ്ക്കാതെ സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് കൂടുതലായിട്ട് സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ സാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 600-ന്റെ കഴിഞ്ഞു. ഇനി ഞാനൊന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒരു മൈക്രോ ഫൈബർ വെച്ച് തുടച്ച് കളഞ്ഞിട്ട് അടുത്ത സാൻഡ് പേപ്പർ ഇടാൻ പോകണം 1500. ഇപ്പോൾ കാണുന്ന സ്ക്രാച്ചുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി 1500-ന്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി സാൻഡ് ചെയ്യാം. വെള്ളം നനച്ച് തന്നെ വേണം ഇതും സാൻഡ് ചെയ്യാനായിട്ട്. ആയിരത്തി 500-ന്റെ സാൻഡ് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്തു. ഇനി തുടച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സാൻഡ് പേപ്പർ ഉപയോഗിക്കാൻ പോകുന്നത് 2000-ന്റെ സാൻഡ് പേപ്പറാണ്. 2000-ന്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ വീണ്ടും സാൻഡ് ചെയ്യാൻ പോവാണ്. നനച്ചു കൊടുത്തിട്ട് തന്നെ വീണ്ടും സാൻഡ് ചെയ്യുക.
2000-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് സാൻഡ് ചെയ്യാണ്. 2000-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും സ്ക്രാച്ചുകൾ വീണ്ടും കുറയും. 600-ൻ്റെ ഇട്ടു, പിന്നെ അതിന് ശേഷം 1500 ഇട്ടു, പിന്നെ നമ്മൾ 2000 ഇടുന്നത്. അപ്പോൾ തീരെ സ്ക്രാച്ച് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2000-ൻ്റെ സാൻഡ് പേപ്പർ ഇടുന്നത്. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മൾ വീണ്ടും റബ്ബ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി ഞാൻ കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാണ്. കോമ്പൗണ്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മളത് വയ്ക്കുക. 10-20 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം മാത്രം നമുക്കത് റബ്ബ് ചെയ്ത് തുടങ്ങാം. കൈ വെച്ചൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു 10-20 മിനിറ്റ് വയ്ക്കുക. ഞാൻ ആദ്യം കൈ വെച്ചിട്ടാണ് റബ്ബ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. അതിനുശേഷം ഞാൻ മെഷീൻ വെച്ച് ചെയ്തതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ദെൻ 20 മിനിറ്റിന് ശേഷം ഞാൻ റബ്ബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റബ്ബിങ് കോമ്പൗണ്ട് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറേശ്ശെ തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല സമയമെടുത്ത് ചെയ്യാനുള്ളൊരു വർക്കാണ്. അത് ഒരു തവണ ചിലപ്പോൾ ചെയ്താൽ തീരില്ല, 1, 2, 3 തവണ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 2K കോമ്പൗണ്ടാണ്. പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ 2K കോമ്പൗണ്ടാണ് ഞാൻ ഇട്ടത്. ദെൻ അഗെയിൻ ഞാൻ വീണ്ടും അത് 2-3 തവണ ഇട്ടു. അപ്പോൾ പിഡിലൈറ്റ് കൂടാതെ ഞാൻ വേറൊരു കമ്പനി കൂടി ഇട്ടു, അത് ഞാൻ കാണിക്കാം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് വെയിലടിച്ചു തുടങ്ങി. ഡയറക്റ്റ് സൺലൈറ്റിൽ ഇതുപോലുള്ള പോളിഷിങ് വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് ഈ പറയുന്ന പോളിഷ് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറ് കുറച്ചൊന്ന് മാറ്റിയിട്ടിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറ് കുറച്ച് മാറ്റിയിടുക. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇനി വെയിലത്ത് വെച്ചിട്ട് ഇത്തരത്തിലുള്ള വർക്കുകളൊന്നും ചെയ്യരുത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വേണം, ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലത്ത് വേണം നിങ്ങൾ ഈ വർക്ക് ചെയ്യാനായിട്ട്. സോ അതിനുശേഷം ഞാൻ കോമ്പൗണ്ടിൻ്റെ സെക്കൻഡ് കോട്ടിങ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ചെയ്ത് തുടങ്ങാം. വേണമെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് റബ്ബ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സർക്കുലർ മോഷനിലോ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്യുമ്പോൾ സമയമെടുത്ത് റബ്ബ് ചെയ്യുക. പെട്ടെന്ന് ഒറ്റയടിക്ക് തീർക്കാം എന്ന് പ്രതീക്ഷിക്കരുത്. സമയമെടുത്ത് തന്നെ റബ്ബ് ചെയ്യണം. അങ്ങനെ ഓരോ തവണ റബ്ബ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം റബ്ബ് ചെയ്തു, രണ്ടാമത് റബ്ബ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ വീണ്ടും തെളിഞ്ഞു വരും. എഗെയിൻ ഞാൻ അടുത്ത കോട്ടിങ് ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഒരല്പം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റബ്ബ് ചെയ്ത് തുടങ്ങുകയാണ്. വീണ്ടും റബ്ബ് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചുകൂടി തെളിയും. അങ്ങനെ ഓരോ തവണ റബ്ബ് ചെയ്യും തോറും വീണ്ടും നമുക്കിങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എത്ര തവണ പോളിഷ് ഇടണമെന്നോ എത്ര തവണ റബ്ബ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ്. എന്നാലും റബ്ബ് ചെയ്യുമ്പോൾ വളരെ സമയമെടുത്ത് തന്നെ ചെയ്യുക. പതുക്കെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല. then again മൂന്നാമത്തെ കോട്ട് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി 3 കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ ഇരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പഴയതിനേക്കാൾ മോശമായല്ലോ എന്ന്. പേടിക്കണ്ട, ഇത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഒന്നുകൂടി 2000-ൻ്റെ പേപ്പർ ഇട്ടിട്ട് നമ്മൾ സാൻഡ് ചെയ്യാൻ പോകണം. 2000-ൻ്റെ പേപ്പർ മാത്രം കേട്ടോ. 600-ഉം 1500-ഉം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, 2000 മാത്രം. 3000 കിട്ടുമെന്നുണ്ടെങ്കിൽ 3000 ഞാൻ ഇട്ടേനെ. 3000 ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്മൂത്തായിട്ട് വന്നേനെ. അപ്പോൾ റബ്ബിങ്ങിൻ്റെ വർക്ക് നമുക്ക് അത്രയും കുറഞ്ഞ് കിട്ടും. പക്ഷേ 3000-ൻ്റെ കിട്ടിയില്ല. ഞാനിവിടെ അന്വേഷിച്ചു. എൻ്റെ നാട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഉള്ള സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. 3000 വരുന്നില്ല, 2000 വരെയാണ് ആളുകൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഒരല്പം കൂടി. അപ്പോൾ 2000-ൻ്റെ പേപ്പർ ഇട്ടിട്ട് ഒന്നുകൂടി ഞാൻ സാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സാൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിനി മെഷീനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. മെഷീൻ പോളിഷിങ് മെഷീനല്ല, ഡ്രില്ല് തന്നെയാണ്. ഡ്രില്ലിൽ ഇടാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ടൈപ്പ് ഒരു സംഭവം കിട്ടി. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല വാക്സ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് 2K കോമ്പൗണ്ട് പിഡിലൈറ്റ് കമ്പനിയുടേതായിരുന്നു. പക്ഷേ ഞാനത് മാറ്റി വാക്സ് പോളിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ട് വാങ്ങി. വാക്സ് പോളിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തരിയുണ്ട്, കുറച്ചുകൂടി ഹെവി കട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന സംഭവത്തിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വർക്ക് ഞാനൊന്ന് കാണിക്കാം. then ഞാനൊന്ന് തുടച്ചെടുത്തു. ഞാനൊരു മൈക്രോ ഫൈബർ ടവൽ വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തു. ഇനി നമുക്ക് റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്സ് പോളിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ് ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ വാങ്ങിയ 3 ഇഞ്ചിൻ്റെ അഡാപ്റ്റർ. അപ്പോൾ ഞാനത് ആദ്യമേ തന്നെ ഞാനിത് റബ്ബ് ചെയ്യുന്നില്ല.
അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആ റോസ് കളർ ഫോം വെച്ചിട്ട് ഞാൻ ഒന്ന് ഇതാദ്യം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ എല്ലായിടത്തും ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് വയ്ക്കുന്നില്ല, ഒരു 10 മിനിറ്റ് വയ്ക്കുന്നു. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അതൊന്ന് റബ്ബ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോമുകൾക്ക് പലതിനും പല രീതിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന റോസ് കളർ അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളർ ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മുടെ ഈ പറയുന്ന കോമ്പൗണ്ട് റബ്ബിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി അതല്ല ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് കാണുന്നതെങ്കിൽ അത് ഉപയോഗിക്കുക ഈ ഒരു ആവശ്യത്തിനായിരിക്കില്ല. ഒരു ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ അത് പോളിഷിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ഫോം വെച്ചിട്ട് കോമ്പൗണ്ട് ഫുള്ളായിട്ട് റബ്ബ് ചെയ്തെടുത്തു. അതൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വർക്ക് ഈസിയാണ്. നമുക്ക് മറ്റേതുപോലെ അത്ര ബുദ്ധിമുട്ടില്ല, കൈയും വേദന എടുക്കില്ല അത്ര, അതുപോലെ തന്നെ അത്രയും സമയം എടുക്കില്ല, വളരെ ഈസി ആയിട്ട് തീരും. അതുപോലെ തന്നെ ഈ ഫോം ഈ ഒരു ഓറഞ്ച് കളർ ഫോം ആയതുകൊണ്ട് തന്നെ അത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഒന്നുകൂടി ഞാൻ അത് ഈ ഒരു കോമ്പൗണ്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും റബ്ബ് ചെയ്യാൻ പോവാണ്. വേണമെങ്കിൽ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 3 റൗണ്ട് ഞാൻ ഇതേപോലെ റബ്ബ് ചെയ്ത് കളഞ്ഞു. 2 റൗണ്ട് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ 3 റൗണ്ട് ഒന്നുകൂടി ചെയ്തു. കുറച്ചുകൂടി നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 റൗണ്ട് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കോമ്പൗണ്ടിങ് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ചെയ്യാം. ഓവർലാപ്പ് ചെയ്ത് ചെയ്യുക, എല്ലായിടത്തും ക്ലീൻ ആയിട്ട് ചെയ്യുക. പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഡ്രില്ലും മറ്റുമൊക്കെ ആണെങ്കിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, മാറ്റി വയ്ക്കുക. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടാവും. കാരണം ഈ ഡ്രില്ലിലേക്ക് ആകുമ്പോൾ മിക്കവാറും ഡ്രില്ലുകളിലൊന്നും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാർ പോളിഷിംഗ് മെഷീനിലാണെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഓവർ ചൂടായിട്ട് ബേണായി കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ വെക്കാതിരിക്കുക, ഓടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. 3 തവണ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് റബ്ബ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ചെറിയൊരു വർക്ക് കൂടി ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, പോളിഷ് കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, വാക്സ് പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഫോമാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളർ ഫോമാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡ് പോളിഷാണ്. ശരിക്കും ലിക്വിഡ് പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോമിൻ്റെ ആവശ്യമില്ല. വെറുതെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ഉപയോഗിച്ച് തുടച്ചെടുത്താലും മതി. എങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് വാക്സ് പേസ്റ്റായിട്ടുള്ള ഹാർഡ് ഫോമായിട്ടുള്ള വാക്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ തരത്തിലുള്ള റബ്ബ് ചെയ്യാൻ വേണ്ടി ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ഫോം ഉപയോഗിക്കുക. സോ ഇത് ഞാൻ ഇപ്പോൾ വെറുതെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നു. പോളിഷ് എന്ന് പറയുമ്പോൾ വലിയ വർക്കൊന്നും വരുന്നില്ല. ഇനി പോളിഷ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ പോളിഷ് അപ്ലൈ ചെയ്യുന്നു, ഒരു മൈക്രോ ഫൈബർ ഉപയോഗിച്ച് അതൊന്ന് തുടച്ചെടുക്കുന്നു. വേറെ അതിനകത്ത് വലിയ വർക്കുകളൊന്നുമില്ല. പോളിഷ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. റബ്ബ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഹാർഡ് വർക്ക് വരുന്നത്. സോ എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ എക്സസ് പോളിഷ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ല ഷൈനിങ് ആയിട്ട് നല്ല സ്മൂത്ത് ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് കാണിക്കുക. ഇപ്പോൾ കുറച്ച് കാർ ഡീറ്റെയിലിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. കാർ ഡീറ്റെയിലിംഗിൻ്റെ ഒരു കുറച്ച് സീരീസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾ ധാരാളമായിട്ട് ഇട്ടോ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, ഞാൻ അറിയുന്ന സംശയങ്ങളാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇനി അതെല്ലാം അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടാണെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.